നടൻ സൗബിൻ ഷാഹിർ 45 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ. താരം വരുമാനം കുറച്ചു കാണിച്ചതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. ഇഡി കേസിലെ വിവരശേഖരണത്തിനിടെയാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. സൗബിൻ ഷാഹിറിന്റെ ഫിലിംസിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന വീട്ടിൽ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. അടുത്തിടെ സൂപ്പർ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന്റെ മാത്രം നികുതി ഇനത്തിൽ 45 കോടി രൂപ വെട്ടിച്ചെന്നാണ് വിലയിരുത്തൽ. സിനിമയുടെ നിർമ്മാണ ചിലവുമായും കളക്ഷനുമായും ബന്ധപ്പെട്ട രേഖകളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. സിനിമ 148 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കിയെന്നാണ് പുറത്തുവന്ന വിവരം. ഈ വരുമാനത്തിന്റെ ആദായ നികുതിയായി അടക്കേണ്ടിയിരുന്ന 44 കോടി രൂപ അടച്ചില്ല. 32 കോടി രൂപ നിർമ്മാണ ചെലവ് കാണിച്ചത് പെരുപ്പിച്ച കണക്കാണെന്നും ആദായ നികുതി വകുപ്പ് അനുമാനിക്കുന്നു. പിടിച്ചെടുത്ത കൂടുതൽ രേഖകൾ വകുപ്പ് പരിശോധിച്ചു വരികയാണ്. പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. മഞ്ഞുമൽ ബോയ്സ് വിതരണത്തിനെടുത്തിരുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് എന്ന കമ്പനിയായിരുന്നു. ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്, ആഡംബര വാഹന വിൽപ്പന സ്ഥാപനത്തിന്റെ ഉടമ നജത്ത് എന്നിവർക്ക് സൗബിന്റെ കമ്പനിയായ പറവ ഫിലിംസിൽ നിക്ഷേപമുണ്ടെന്നും കണ്ടെത്തി. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാക്കും. മലയാള സിനിമയിലെ സമീപകാല ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഞ്ഞുമൽ ബോയ്സ് വലിയ വിജയമായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലടക്കം സമാനതകളില്ലാത്ത വിജയമെന്ന തരത്തിൽ വന്ന വാർത്തകൾ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമായിരുന്നോ എന്നാണ് ഇഡി പരിശോധിച്ചത്. ഇക്കാര്യത്തിലെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. വിവിധ സംരംഭകരിൽ നിന്നായി ക്രൗഡ് ഫണ്ടിംഗ് മാതൃകയിൽ തുക സംഭരിച്ച് നിർമ്മിച്ച സിനിമ തിയേറ്ററിലെത്തും മുമ്പ് തന്നെ ടേബിൾ പ്രോഫിറ്റ് നേടിയിരുന്നു. അത്ഭുതപൂർവമായ കളക്ഷൻ കൂടി കിട്ടിയതോടെ ലാഭവിഹിതം സംബന്ധിച്ച കലഹം തുടങ്ങി. സൗബിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് ഹമീദ് പരാതി നൽകിയതോടെയാണ് സിനിമ സംബന്ധിച്ച വിവാദം ആദ്യമുയർന്നത്. സിനിമാ നിർമ്മാണത്തിന് 7 കോടി രൂപ ഹമീദ് നൽകിയിരുന്നു. ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ വഞ്ചിച്ചെന്നായിരുന്നു ആരോപണം. ഇതു സംബന്ധിച്ച പോലീസ് അന്വേഷണത്തിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തിയിരുന്നു. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പിന്റെ പ്രാഥമിക വിവരങ്ങൾ കണ്ടെത്തിയത്. ആദായ വകുപ്പിന് വിവരം കൈമാറിയത് ഇഡിയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു ഇഡിയുടെ പരിശോധന. ഏതായാലും ഇഡിയിൽ നിന്ന് ആദായ നികുതി വകുപ്പിൽ എത്തി നിൽക്കുന്ന പരിശോധന മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ മാത്രം അവസാനിച്ചേക്കില്ല.